വാഴ്ത്തപ്പെടുമാറാകട്ടെ. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്. നാവിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച്. ഒരു ജ്ഞാനിയായ വ്യക്തി നാവിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതും പോഷൻ നാവിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതും വ്യക്തമായിട്ട് നമുക്കിതിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മളുടെ നാവുകൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് ഉണ്ടാകുന്ന ഗുണദോഷങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു അധ്യായമാണ് സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം. ഇതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് പറയാം. ഒന്നാമത്തെ വാക്യത്തിൽ മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു എന്ന് കാണുന്നുണ്ട്. കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ഈ വാക്യം വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അബിഗയിലിനെ നാബാലിനെയാണ്. അബിഗയിൽ വളരെ വിവേകമുള്ള ബുദ്ധിമതിയായ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നുവെന്നും നാബാല് വിവേകമില്ലാത്ത ഒരു മനുഷ്യനായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാവീദിൻ്റെ ആളുകൾ ഭക്ഷണത്തിനായിട്ട് കടന്നു വരുമ്പോൾ ദാവീദിൻ്റെ ആളുകളെ അപമാനിച്ചു വിടുന്ന നാബാലിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അബിഗയിലിന് അത് മനസ്സിലാവുന്നു. നന്ദികേടാണ് നാബാല് കാണിച്ചതെന്നും എന്ന് മനസ്സിലാക്കിയെന്ന അബിഗയിൽ വളരെ ബുദ്ധിയോടുകൂടെയും വിവേകത്തോടുകൂടെ അവിടെ പെരുമാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ അവർക്ക് ആവശ്യമായ ആഹാര സാധനങ്ങളും ഒക്കെ ആയിട്ട് അബിഗയിൽ ദാവീദിനെ എതിരേൽക്കാൻ പോവുകയും അവിടെ ദാവീദിനെ എതിരേൽക്കുകയും വളരെ സൗമ്യമായ രീതിയിൽ നല്ല രീതിയിൽ ദാവീദിനോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ദാവീദിൻ്റെ കോപം ശമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വിവേകമുള്ള ഒരു സ്ത്രീ നാവിനെ എങ്ങനെ ഉപയോഗിച്ചു എന്നും തൻ്റെ ബുദ്ധിയെ എങ്ങനെ ഉപയോഗിച്ചു എന്നും വ്യക്തമായിട്ട് നമുക്ക് അബിഗയിലിൻ്റെ സ്റ്റോറിയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ മൂഢന്മാരുടെ വായോ ഭോഷത്വം പൊഴിക്കുന്നു. മൂഢന്മാരാണ് എപ്പോഴും നമ്മൾ നാവിനെ ഭോഷത്വം പൊഴിക്കുന്നതായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ദൈനംദിന ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ നമ്മളുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളിലും നമുക്ക് മനസ്സിലാവും. നമുക്ക് എപ്പോഴും സമാധാനത്തോടെ സ്നേഹത്തോടെ സംസാരിക്കാൻ മാനുഷികമായ രീതിയിൽ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുണ്ട്. കാരണം നമ്മൾ ജോലി ചെയ്യുന്നവരായിരിക്കാം, കുടുംബത്തിലെ റെസ്പോൺസിബിലിറ്റീസ്, ജോലിയുടെ റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ സമൂഹവുമായി നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ നമ്മൾക്കുള്ള ചില കാര്യങ്ങൾ, ഇതിലൊക്കെ നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കും, തിരക്കായിരിക്കും. പലപ്പോഴും നമുക്ക് പലരോടും മൃദുവായി ഇടപെടാനോ അല്ലെങ്കിൽ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് വളരെ സൗമ്യമായിട്ട് സംസാരിക്കാനോ കഴിയില്ല എന്ന സാഹചര്യം വരും. പറയുന്നവർക്ക് പറയാം, ഇങ്ങനെ നമ്മൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പറയാം പക്ഷെ ഞാനല്ലേ അനുഭവിക്കുന്നത്, ഞാനല്ലേ കേൾക്കുന്നത് എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. വളരെ ശരിയാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരിക്കലും സാഹചര്യങ്ങൾ നമ്മൾക്ക് അനുകൂലമായിരിക്കില്ല. എന്നാലും നമ്മൾ ദൈവമക്കളാവുന്ന നമുക്ക് അവിടെ ഒരു ഉദാഹരണമായി ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ നാവിനെ നമ്മൾ വളരെ വിവേകത്തോടെ ഉപയോഗിക്കേണ്ടതാണ്. പലരുടെയും വേദനകളെ, പലരുടെ മുറിവുകളെ കിട്ടുവാൻ നമുക്ക് നമ്മുടെ നാവിനെ ഉപയോഗിക്കുവാൻ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, പലരും പറയാറുണ്ട്, പലരും ചിലപ്പോൾ ചില സമയങ്ങളിൽ ഫോൺ ചെയ്തിട്ട് പറയാറുണ്ട്, എനിക്ക് നിന്നോട് ശകലം സംസാരിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് പല ഫ്രണ്ട്സും പറയാറ്. നിങ്ങൾക്കും അനുഭവം കാണാം അങ്ങനെ. എന്തെന്ന് വെച്ചാൽ അവർക്കറിയാം, നമ്മളോട് സംസാരിച്ചാൽ അല്ലെ നിന്നോട് ഞാനിത് ഷെയർ ചെയ്താൽ എനിക്ക് ഇച്ചിരി സമാധാനം കിട്ടും. കാരണം നമ്മളതിന് നല്ല സൊല്യൂഷൻസ് അല്ലെ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ അവരെ സമാധാനിപ്പിക്കുന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മളെ വിളിക്കുന്ന പല കൂട്ടുകാരും നമുക്ക് കാണും. അതെന്തുകൊണ്ടാണ് നമുക്കങ്ങനെ ചെയ്യാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ദൈവവചനത്തിൻ്റെ ശക്തിയും ദൈവവചനം നമ്മെ പഠിപ്പിച്ചതും കൊണ്ടാണ്. ദൈവവചനത്തിൻ്റെ ഒരു ശക്തി കൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് സാധിക്കുന്നത്. അതുപോലെ ഈ 15-ാം അധ്യായം മുഴുവനായി വായിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും എങ്ങനെയാണ് നമുക്ക് നമ്മുടെ നാവിനെ ഉപയോഗിക്കേണ്ടതെന്നത്. നാവിനെ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണദോഷങ്ങളെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു വചനമാണിത്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ, നമ്മൾ പോകുന്ന ഇടങ്ങളിൽ, നമ്മൾ ഇടപെടുന്ന വ്യക്തികളോട് നമ്മുടെ നാവിനെ ദൈവവചനത്തിനനുസരിച്ച്, ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അബിഗയിലിനെ പോലെ വിവേകത്തോടെ സംസാരിക്കുവാനും, അബിഗയിലിനെ പോലെ
നാബാൽ എന്ന അവിവേകത്തോടെ സംസാരിച്ച മനുഷ്യനിൽ നിന്നുണ്ടായ കോപം കാരണം ദാവീദ് വളരെ കോപത്തോടു കൂടി അവിടേക്ക് കടന്നു വരുന്നത് മനസ്സിലാക്കിയ അബിഗയിൽ വളരെ വിവേകത്തോടെ അവിടെ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അതിബുദ്ധിമതിയായ ഒരു സ്ത്രീയെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മളുടെയൊക്കെയും ജീവിതത്തിൽ അങ്ങനെ ആവാൻ നമ്മളെ സഹായിക്കട്ടെ. നമ്മളെ ആക്കുന്ന അവസ്ഥകളിൽ, നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ വിവേകത്തോടെ നമ്മുടെ നാവിനെയും നമ്മുടെ ബുദ്ധിയും ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കുമാറാകട്ടെ.